ഗൈസ്, വെൽക്കം ടു പാച്ചൂസ് വ്ളോഗ്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന കല്യാണമായിരിക്കും. ഇത് കല്യാണം കഴിഞ്ഞ് നിങ്ങളൊക്കെ വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ? എല്ലാവരും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ വെയിറ്റിംഗ് ആയിരിക്കും. സോ ഇത് നമ്മുടെ കല്യാണ തലേന്നാണ് കേട്ടോ, അതായത് ശനിയാഴ്ച. ഞാൻ രാവിലെ തന്നെ ഇവിടെ പ്രസൻറ്റ് ആയിട്ടുണ്ട്. കാരണം വെള്ളിയാഴ്ച ഈവനിങ് ആണ് ഞാൻ ലാൻഡ് ചെയ്തത്. അന്ന് എനിക്ക് വരാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ ശനിയാഴ്ച പ്രസൻറ്റായി. സോ ഇന്ന് പറഞ്ഞാൽ കുറച്ചധികം പരിപാടി ഉണ്ട്. വൈകുന്നേരമാണ് നമ്മുടെ കാനത്ത് പറഞ്ഞാൽ നിക്കാഹ്. സോ അതാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി. സോ മാത്രമല്ല, ഉച്ചക്ക് ഞങ്ങളുടെ പെണ്ണിൻ്റെ ജോലി സ്ഥലത്തുള്ള കുറച്ച് ആൾക്കാർ, അതായത് ഇവൾ ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിന്. സോ അവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ് മെയിൻ പരിപാടി ഉണ്ടായിരുന്നത്. സോ അത്യാവശ്യം വലിയ രീതിയിലല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഫുഡൊക്കെ സെറ്റാക്കി. അപ്പം ഇതാണ് നമ്മുടെ പെണ്ണിൻ്റെ റൂം. ഭയങ്കര സിമ്പിളാണ്, അതുപോലെ തന്നെ ഭയങ്കര എലിഗൻ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ റൂമാണ്. സോ ഈ റൂമിൽ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാവാനുണ്ട്, ബെഡ് കാര്യങ്ങളൊക്കെ. അപ്പം ഇവരൊക്കെ ആണ് കേട്ടോ അവളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരും, അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, നേഴ്സുമാർ എല്ലാവരും ഉണ്ട് കേട്ടോ, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. സോ അവരൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോയ ശേഷമാണ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. കുട്ടികളും പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ് ഇരുന്നത്. സോ അവരെ യാത്ര അയച്ച് അവൾ വന്നു. ഇവളെന്ന് ഞാൻ പറയുന്നതല്ലാതെ അവളെ കണ്ടില്ലല്ലോ. ഇതാണ് നമ്മുടെ ബ്രൈഡ്. ശരിക്കും ഇവർ ട്വിൻസ് ആണ് കേട്ടോ. അല്ല, ഒരാളുടെ കല്യാണമാണ് ഈ കാണുന്നത്. അപ്പം മറ്റാളുടെ വ്ളോഗും ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. സോ വെയിറ്റിംഗ് ആണ് ഗൈസ് ആ കല്യാണത്തിനും. അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, പെണ്ണിന് ചിരിക്കാൻ അറിയില്ല. അപ്പോൾ ഇവളെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാൻ വൺ ടാസ്ക്കാണ് ഗൈസ്. മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ചിരിക്ക്, അങ്ങനെ ഇരിക്ക്, ഇങ്ങനെ നിൽക്ക്, എല്ലാം പറഞ്ഞു കൊടുത്താൽ മാത്രം അതുപോലത്തേക്കും. അതും ഒരു മാതിരി കളിയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ കുറേയൊക്കെ സെറ്റാക്കി. പിന്നെ ട്രോളിനുള്ള കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നമ്മുടെ ബെഡും കൊണ്ട് ആൾ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ റൂം കാണിച്ചപ്പോൾ ബെഡ് കൊണ്ടുവരണം അത്രേന്ന്. അപ്പം ആ കാര്യങ്ങളൊക്കെ സെറ്റായി. ഓളെ കൊണ്ട് തന്നെ അതൊക്കെ വിരിച്ചിടിപ്പിച്ചു. സോ എല്ലാം സെറ്റാക്കി. ഒരുവിധം റൂമൊക്കെ നമ്മൾ സെറ്റായി. അതിന് ശേഷം നമ്മൾ അവളെ മിറർ സെൽഫി എടുക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോച്ച് വന്നിട്ട് ഇച്ചു അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ പിടിക്കുക, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു വിധത്തിൽ എന്തൊക്കെയോ അവൾ കാട്ടിക്കൂട്ടി. ഇനി എൻ്റെ കാര്യം വന്നാൽ, ഞങ്ങളുടെ നിക്കാഹിൻ്റെ ടൈമിൽ പറഞ്ഞാൽ വൈറ്റാണ് തീം. സോ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു. പിന്നെ നിക്കാഹിൻ്റെ ടൈം കഴിഞ്ഞ് ഈ നൈറ്റ് ആകുമ്പോൾ ഞങ്ങൾ വീണ്ടും ഡ്രസ്സ് ചേഞ്ച് ആവാറുണ്ട്. എന്താ ഇങ്ങനെ ഓടിപ്പോയെന്ന് വെച്ചാൽ അവിടെ നിന്ന് വിളി വന്നു കേട്ടോ. നിക്കാഹിൻ്റെ ടൈമായി. അപ്പോൾ ബ്രദർ ഞങ്ങളുടെ കൂടെയാണല്ലോ ഉള്ളത്. സോ അതിന് പോകാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നിക്കാഹിൻ്റെ ടൈമൊന്നും ആയിട്ടുണ്ടായില്ല. വെറുതെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞതാണ് പെട്ടെന്ന് കീഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ എത്തുമ്പോഴേക്കും ബ്രൈഡിനെ ഒരുക്കുന്നുണ്ട്. ഇളയമാണ് ഒരുക്കുന്നത്. ഇതാണ് എൻ്റെ ഇളയമ്മ. സോ ബ്രൈഡിന് ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നമ്മൾ ഈ ഇൻസ്റ്റ പേജിലൊക്കെ കാണുന്നില്ല, അതുപോലത്തെ ഒരു തീം ഡ്രസ്സായിരുന്നു. ഭയങ്കര ഇഷ്ടമായി എനിക്ക്. അവൾ ആ ഒരു ഡ്രസ്സിൽ ആ ഒരു മേക്കപ്പ് ഒക്കെ കൂടി വന്നപ്പോൾ അടിപൊളിയായിരുന്നു. ഭയങ്കര ഇഷ്ടമായി എനിക്ക്. എന്താണെന്നറിയില്ല, അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ടായിന്. അത് തയ്പ്പിച്ചതാണ് കേട്ടോ, വാങ്ങിയതൊന്നല്ല, തയ്പ്പിച്ചതാണ് തുണി എടുത്തിട്ട്. സോ അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞ ആളൊക്കെ വന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചായ കുടിച്ചു. ഫസ്റ്റ് ചായ, സെക്കൻഡ് ചായ. ഞാൻ 2 ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരൊക്കെ അത് അറിഞ്ഞിരുന്നില്ല എനിക്കറിയില്ല. ഇപ്പോൾ ഈ വ്ളോഗ് വന്നപ്പോൾ ചിലരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. സോ അത് കഴിഞ്ഞ് ഞങ്ങളിത് കുറച്ച് പട്ടി ഷോ, വെള്ള ഡ്രസ്സ് ഇട്ടാൽ പട്ടി ഷോ കാണിക്കണമല്ലോ. അപ്പോൾ വെള്ള ഡ്രസ്സ് ആവണമെന്നില്ല, ഏത് ഡ്രസ്സ് ഇട്ടാലും പട്ടി ഷോ ആവണം. സോ എല്ലാം കഴിഞ്ഞിട്ട് അവളുടെ ഫ്രണ്ട്സ് കുറച്ച് ആൾ വന്നിട്ടുണ്ടായിന്. അപ്പം അവരുടെ ഫോണിൽ നിന്ന് ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് എൻ്റെ ചാനലൊന്ന് എടുത്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. ഇൻസ്റ്റയിലും യൂട്യൂബിൽ. ഞാൻ എപ്പോഴും ഇതൊന്നുമല്ല. അപ്പോൾ എന്നെ എല്ലാവരും ട്രോളെന്നൊക്കെ ഉണ്ട്. ശരിയാണ്, ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം തന്നെയാണ്. പക്ഷേ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ആണല്ലോ, നമ്മുടെ ജോലിയുടെ ഭാഗമാണല്ലോ ഇതൊക്കെ. അറിയാത്തവർക്ക് അറിയിപ്പിക്കുക പറയുന്നത്, അവരറിയാത്തത് അവരുടെ തെറ്റില്ല, നമ്മൾ ഫേമസ് ആവാത്തതൊന്നും നമ്മളെ തെറ്റുമല്ല. സോ രണ്ടാളുടെ ഭാഗത്ത് തെറ്റില്ലാത്ത സ്ഥിതിക്ക് അങ്ങനെയൊക്കെ ആണല്ലോ. പിന്നെ നമ്മുടെ കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പുതിയാണെങ്കിൽ വൺ ബിസിയാണ്. നാട്ടുകാരെ വക വേറെ ഷൂട്ട്, വീട്ടുകാരെ വേറെ ഷൂട്ട് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കസിൻസ് പാവങ്ങളൊക്കെ ചെയ്ത് ഒരു റീൽ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്യാമറമാൻ അവളെ ജസ്റ്റ് ഒന്ന് പിടിച്ചുകൊണ്ട് കുറച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അവളുടെ ട്വിൻ സിസ്റ്റർ. ഇവളെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ ട്വിൻസ് ആണെന്ന്. ഈ കപ്പിൾസ് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ എൻ്റെ വെഡ്ഡിങ് വ്ളോഗില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ വ്യൂസൊക്കെ അടിച്ച വീഡിയോ ആണ്. അതിലത്തെ ആൾക്കാരാണ്, കപ്പിൾസാണ്. ഇത് എൻ്റെ ബ്രദറാണ്, അത് എൻ്റെ ഫാദറാണ്. സോ ഞങ്ങളും ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഡ്രസ്സ് മാറാൻ വേണ്ടി പോയി. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് 2 തീം ഉണ്ടെന്ന്. സോ ഇത് എന്ന് പറഞ്ഞാൽ വൈറ്റ് തീം എല്ലാവരും ഒരുപോലെയാണ്, പിന്നത്തെ തീം വേറെയാണ്. സോ അങ്ങനെ ഡ്രസ്സ് മാറിയിട്ട് വന്നപ്പോൾ വെള്ളമൊക്കെ കിട്ടി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഗൈസ്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡ്രസ്സല്ല ഗൈസ്, ഇതെൻ്റെ സിസ്റ്ററുടെ വെഡ്ഡിങ്ങിന് ആരോ ഗിഫ്റ്റ് കൊടുത്ത ഡ്രസ്സാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് കിട്ടപ്പോൾ. സോ അതിൻ്റെ പട്ടി ഷോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ്
കഴിക്കാൻ വേണ്ടി പോയി. ഫുഡിൽ ഭയങ്കര അത്യാവശ്യം തർക്കമുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ കിട്ടിയ കസേരയിൽ പെട്ടെന്നിരുന്നു. ദേ കിടക്കണം ആ കപ്പിൾസ്. സോ അവരുടെ കാര്യം മാത്രമാണ് ഗൈസ്. അങ്ങനെ അവരെ ഞങ്ങൾ കുറേ ട്രോളൊക്കെ ചെയ്തു. ബീഫ് ബിരിയാണി ആയതുകൊണ്ടാണ് എൻ്റെ പ്ലേറ്റ് ഇങ്ങനെ വെള്ളച്ചോറ് കിടക്കുന്നത്, കാരണം ഞാൻ ബീഫ് കഴിക്കാറില്ല ഗൈസ്. അങ്ങനെ ഒരു വിധത്തിൽ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ. അപ്പോൾ അവിടെ ബ്രൈഡ് ഡ്രസ്സൊക്കെ ചേഞ്ചായി അടുത്ത ഔട്ട്ഫിറ്റിൽ കയറി അതിൻ്റെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ ക്യാമറമാനും കുറച്ചൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് തോന്നുന്നു, കാരണം ഇവിടെ ഒന്ന് പോസ് ചെയ്യിപ്പിച്ച് ഇവിടെ ഒന്ന് ചിരിപ്പിച്ചെടുക്കുക കറക്കിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വൺ ടാസ്ക്കാണ്. സോ ഞങ്ങളുടെ ഫോണിൽ ഞങ്ങൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കഷ്ടപ്പാടറിയും. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം ഒബ്വിയസ്ലി. സോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പുറത്തേക്ക് തന്നെ വന്ന് വീണ്ടും കുറച്ച് അല്ലറ ചില്ലറ ഫോട്ടോഷൂട്ട് പുറത്തുനിന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റേജ് വന്ന് അതിൻ്റെ ക്ഷീണം തീർക്കാൻ സ്പ്രൈറ്റൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സ്പ്രൈറ്റൊക്കെ കുടിച്ചു. പിന്നെ എല്ലാവരും ഇങ്ങനെ ഓരോരോ പണിയിൽ ഏർപ്പെട്ടു. എല്ലാവരും ആ ഒരു വൈബ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്രേ ഓരോ ടൈം കയറുമ്പോൾ ഓരോരോ കളകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് നൈസായിട്ട് എൻ്റെ ഫോട്ടോ കുറച്ച് എടുപ്പിച്ചു. അതിനുശേഷം ബ്രൈഡ് വീണ്ടും ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ബ്രൈഡ് പറഞ്ഞ ഒരു സംഭവം തന്നെയാണ്, കുറേ ക്ഷമ ഒക്കെ വേണം. കാരണം ഇങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ആവുക, ഒരുങ്ങുക, വീണ്ടും മേക്കപ്പ് ചേഞ്ച് ചെയ്യുക, വൺ ടാസ്ക്കാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. എന്നാലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമാണ്. നമുക്ക് ഓരോ ഔട്ട്ഫിറ്റ് അവൾ ചേഞ്ച് ആകുന്നവരും നമ്മൾ പോയിട്ട് ഫോട്ടോ എടുക്കുക, അതൊക്കെയാണ് നമ്മളെ മെയിൻ പരിപാടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവളുടെ ലവ് സ്റ്റോറി പറയിപ്പിക്കുകയാണ്. ഫ്രണ്ട്സായി പിന്നെ ഫെസ്റ്റിയായി ഫൈനലി ഞങ്ങൾക്കറിയില്ല. ശരിക്കും ലവ് സ്റ്റോറി എന്നൊന്നും പറയാനൊന്നും പറ്റില്ല, കാരണം ഇഷ്ടം തോന്നി വീട്ടിൽ പറഞ്ഞു. അങ്ങനെ ഒരു പക്ക അറേഞ്ച്, ആ ഒരു സിസ്റ്റം ലവ് ടു അറേഞ്ച് ആയിരുന്നു. അങ്ങനെ വേണമെങ്കിൽ പറയാൻ. പിന്നെ ഓരോരാൾക്ക് കൂടി തുടങ്ങി. പെട്ടെന്നായിരുന്നു ഓരോരാൾക്കും ഓരോന്ന് കൂടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. കോമഡി എന്താ വെച്ചാൽ ചെക്കൻ വന്ന കാര്യം അവൾ അറിഞ്ഞിട്ടില്ല. അവളെന്ന് മാത്രമല്ല ഞങ്ങളും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ കണ്ടില്ല. അങ്ങനെ പെട്ടെന്ന് അവൾ ബാക്കിൽ നോക്കുമ്പോഴാണ് കാണുന്നത്. ശരിക്കും ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിപ്പോയ ഒരു വീഡിയോ തന്നെയായിരുന്നു. ഐ മീൻ എല്ലാവരും സർപ്രൈസ് ആയിപ്പോയി. സോ അതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ്. പിന്നെ അവരുടെ റൊമാൻറ്റിഫിക്കേഷനൊക്കെ ആണെന്നൊക്കെയാണ് പറയുന്നത്. സോ അവരുടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ സെറ്റാക്കി രണ്ടും കൂടി നിന്ന് പരിഗണന കാണുന്നില്ലേ, എന്ത് ചെയ്യാനും ഗൈസ്. അങ്ങനെ വീണ്ടും കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റായി. പക്ഷേ ലേറ്റ് ആകുന്നോറും ഓരോരാൾക്ക് കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. വൈബ് കയറുന്നത് സമയം ലേറ്റ് ആയി. ഇനി ഉറക്ക് ശരിയാവാത്തതുകൊണ്ട് മന്ദാളത്തിൽ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നതാണോ അറിയില്ല. ടൈം ലൈറ്റ് ആകുന്നോറും ഓരോരാൾക്ക് ഓരോരോ ഭ്രാന്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉള്ളിൽ നിന്ന് വൈബ് കയറി വരികയാണ്. അങ്ങനെ കുറച്ച് കേക്ക് കട്ടിങ് പരിപാടികളൊക്കെ ഉണ്ടായ ശേഷം അതുവരെ ഇല്ലാത്ത പ്ലാനിങ് ആയിരുന്നു. അവരെ കൊണ്ട് കപ്പിൾ ഡാൻസ് രണ്ടിന് ഏതായിട്ടും കിട്ടിയതല്ല, അപ്പം ഡാൻസ് കളിപ്പിക്കാന്നുള്ളൊരു പ്ലാനിങ് ആയി. അങ്ങനെ പാട്ടൊക്കെ പെട്ടെന്ന് സെറ്റാക്കി. അവർക്കാണെങ്കിൽ പെട്ടെന്ന് ആയതുകൊണ്ടാവണം, എന്നാലും ഞങ്ങൾ കളിപ്പിച്ചു ഗൈസ് ഒരു വിധത്തിൽ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നൈസായിട്ട് കേക്കൊക്കെ കയറി ആക്രമിച്ചു. ഇവർക്കൊക്കെ പെട്ടെന്ന് ഇത് എന്ത് കൂടിയതാണെന്ന് ആർക്കും തിരിയുന്നില്ല. എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഏത് ബ്രാൻഡാണ് അടിച്ചതെന്നൊക്കെ. കാരണം പെട്ടെന്നാണ് അതുവരെ ഇല്ലാത്തവർക്കൊക്കെ എന്തൊക്കെയൊക്കെയോ കൂടിക്കൊണ്ട് വന്നത്. 2 മണിയായി ഗൈസ് സമയം. അപ്പം ഇതാണ് നമ്മുടെ കല്യാണത്തലേന്ന്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.